വല്ലയിടത്തുനിന്നും കയറി വരുന്ന സ്ത്രീകൾക്ക് കയറി വന്ന് സംസാരിക്കാൻ ഉള്ള സ്ഥലമാണോ കോൺക്ലേവ് എന്നാണ് ചോദിച്ചത്. അങ്ങനെയല്ല, അവർ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ്. അവരെന്താണ് ചലച്ചിത്ര പിന്നണി ഗായികയാണ്. അതുകൂടാതെ സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയാണ്. അത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയ്ക്ക് എന്താണ് ഇവിടെ കാര്യമെന്നാണ് ചോദിക്കുന്നത്. അവിടെ പല കാര്യം ഈ സിനിമാ മേഖലയിലുള്ളവർ മാത്രമല്ല, എഴുത്തുകാരുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സർക്കാരുമായി അടുത്ത് പ്രവർത്തിക്കുന്ന എഴുത്തുകാരായ ആളുകൾ അടക്കം അവിടെയുണ്ട്. പാട്ടുകാരി എന്റെ സിനിമയിൽ പാട്ടില്ല. എന്റെ സിനിമയിൽ പാട്ടില്ലെങ്കിൽ പിന്നെ പാട്ട് വേണ്ട. എൻ്റെ സിനിമയാണ് ആത്യന്തികമായ അവസാന വാക്ക്, അതിലപ്പുറം ആരും മിണ്ടാൻ പാടില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചെമ്പ് നേരത്തെ തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. ഇതിനു മുൻപ് നമുക്ക് ഓർക്കണം, അദ്ദേഹം അവസാന സിനിമ എടുത്തത് 12 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ 12 വർഷങ്ങൾക്ക് മുമ്പത്തെ ഈ സിനിമയിൽ പണം ചിലവാക്കുന്ന കണക്ക് അങ്ങ് ഒന്ന് വിശദീകരിക്കണം. 1.5 കോടി എന്നുള്ള അധിക ചിലവാണ്. 50 ലക്ഷത്തിന് സിനിമ എടുത്തോളാം. അല്ലെങ്കിൽ അത് അധിക ചിലവാണ്, അല്ലെങ്കിൽ അവർ അത് അഴിമതി കാണിക്കും. അതാണല്ലോ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം 12 വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിരിക്കുന്ന ഒരു സിനിമ, അതാണ് പിന്നെയും എന്ന സിനിമ. അത് ഈ നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതി നായകൻ, 8ാം പ്രതി നിർമ്മാതാവ്. ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഇഷ്ടം, അദ്ദേഹം അഭിനയിപ്പിക്കുന്നു, അദ്ദേഹം നിർമ്മാതാവാക്കുന്നു, കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം അതിനുശേഷം ഒരു പ്രതികരണം നടത്തുകയും കൂടി ചെയ്തു. അന്ന് നടിയെ ആക്രമിച്ച കേസുണ്ടോ? പിന്നെ അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. പ്രതികരിച്ച കാര്യം ഇതാണ്: ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല, അങ്ങനെ ചെയ്യില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. ഒരു കേസ് വരുമ്പോൾ അങ്ങനെയാണോ പ്രതികരിക്കുക എന്നൊരു വിഷയമുണ്ട്.